നമ്മുടെ വീടുകളിലെ സ്റ്റോർ റൂമിലും പറമ്പുകളിലും ഒക്കെ കൂട്ടിയിട്ടിരിക്കുന്ന ഗ്ലാസ് ബോട്ടിൽസ് കൊണ്ട് നമുക്ക് നല്ല എലഗന്റ് ആൻഡ് ഗ്ലാമറസ് ആയിട്ടുള്ള ഫ്ലവർ വേസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. പക്ഷെ ഇതെല്ലാം ഗ്ലാസ് ബോട്ടിൽസ് ആണല്ലോ. പ്ലാസ്റ്റിക് ബോട്ടിൽസ് കട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. പക്ഷെ ഗ്ലാസ് ബോട്ടിൽസ് എങ്ങനെ കട്ട് ചെയ്യും? ഗ്ലാസ് ബോട്ടിൽസ് കട്ട് ചെയ്യാൻ വലിയ പാടൊന്നുമില്ല. ഒരു ഗ്ലാസ് കട്ടർ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ നൂലും മണ്ണെണ്ണയും കൊണ്ട് നമുക്ക് ഈ ഗ്ലാസ് ബോട്ടിൽസ് കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ മണ്ണെണ്ണയും നൂലും കൊണ്ടുള്ള ഗ്ലാസ് കട്ട് ചെയ്യുന്ന വിധി നമുക്കൊന്ന് കണ്ടാലോ? അതിനായി നമ്മൾ ഈ ഗ്ലാസ് ബോട്ടിൽ എടുത്തിട്ട് അത് കട്ട് ചെയ്യേണ്ടടുത്ത് ടോയിങ് കൊണ്ട് 3-4 പ്രാവശ്യം ചുറ്റി കൊടുക്കാം. അതിനുശേഷം ഈ നൂലിന്റെ മുകളിലൂടെ ഒരു സിറിഞ്ചിന്റെ സഹായത്തോടെ മണ്ണെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ ഒഴുകി വരുന്ന എക്സസ് മണ്ണെണ്ണ നമുക്കൊരു തുണി വെച്ച് തുടച്ചെടുക്കാം. ഇനി ഈ ക്യാൻഡിലിൽ വെച്ച് ഈ നൂലിനൊന്ന് തീ കൊളുത്തിട്ട് ഈ ബോട്ടിലൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇത് ചെയ്യുമ്പോൾ കുറച്ച് സൂക്ഷിക്കണം കേട്ടോ. നമ്മുടെ ബോട്ടിലിലെ തീ അണഞ്ഞതിനു ശേഷം മാത്രമേ ബോട്ടിൽ വെള്ളത്തിൽ മുക്കാവൂ എന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ഇപ്പൊ നമ്മുടെ ബോട്ടിൽ 2 പീസായി. പക്ഷെ ഇതിന്റെ എഡ്ജസ് ഒന്നും അത്ര പെർഫെക്റ്റ് ആയില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടെ പിടിക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം. വേണമെങ്കിൽ നമുക്ക് സാൻഡ് പേപ്പർ ഉപയോഗിച്ച് എഡ്ജൊക്കെ സ്മൂത്ത് ആക്കാം. ഇനി നമുക്ക് നമ്മുടെ ഫ്ലവർ വേസിന്റെ വർക്ക് തുടങ്ങാം. അതിനാദ്യം ഈ ബോട്ടിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അതുപോലെ ക്ലീൻ ചെയ്ത ബോട്ടിലാണ് ഇത്. ഇതിന്റെ എഡ്ജസിൽ ഞങ്ങൾ കുറച്ച് വൈറ്റ് MCL ഗ്ലൂ കൂടി ഒട്ടിച്ചിട്ടുണ്ട്. ഇത് തികച്ചും ഓപ്ഷനാണ്. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ചെയ്താൽ മതി. ഇനി നമുക്ക് ഈ ബോട്ടിലേക്ക് കുറച്ച് വൈറ്റ് പെയിന്റ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ബോട്ടിൽ സാധാരണ ഒന്ന് തിരിച്ച് പെയിന്റ് എല്ലായിടത്തും ആവുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഇനി ഒരു സെല്ലോ ടേപ്പോ മാസ്കിംഗ് ടേപ്പോ എടുത്തിട്ട് ഈക്വൽ ഡിസ്റ്റൻസിൽ ബോട്ടിലിന് ചുറ്റും ഒട്ടിച്ചു കൊടുക്കാം. ഈ ലൈൻസ് തമ്മിലുള്ള അകലം ഏകദേശം ഒരുപോലെ ആക്കാൻ നമുക്ക് ഇതിനിടയിൽ ഇൻസുലേഷൻ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് പെയിന്റ് ചെയ്യാനാവുമ്പോൾ അത് പറിച്ചു കളഞ്ഞാൽ മതി. ഇപ്പോൾ നമ്മൾ ഈക്വൽ ഡിസ്റ്റൻസിൽ സെല്ലോ ടേപ്സ് ഒട്ടിച്ചു കഴിഞ്ഞു. ഈ സെല്ലോ ടേപ്പ് ഈക്വൽ ഡിസ്റ്റൻസിൽ നിൽക്കാൻ വേണ്ടി ഒട്ടിച്ച ഇൻസുലേഷൻ ടേപ്പിന്റെ പീസുകൾ നമുക്ക് അഴിച്ചു മാറ്റാം. ഇപ്പോൾ നമ്മൾ ഈക്വൽ ഡിസ്റ്റൻസിൽ സെല്ലോ ടേപ്പ് കൊണ്ട് ഹൊറിസോണ്ടൽ ലൈൻസ് ആയിട്ട് ഒട്ടിച്ചതാണ് ഈ ബോട്ടിൽ. ഇൻസുലേഷൻ ടേപ്പിന്റെ പീസുകൾ അഴിച്ചു മാറ്റിയതിനു ശേഷം നമുക്ക് ഗോൾഡൻ സ്പ്രേ പെയിനോട് സ്പ്രേ ചെയ്യാം. ഞങ്ങളിവിടെ ഉപയോഗിക്കുന്നത് ഗോൾഡൻ സ്പ്രേ പെയിന്റ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പോഞ്ച് ഉപയോഗിച്ച് ആക്രിലിക് കളേഴ്സും ചെയ്യാം. ഞങ്ങൾ ഇവിടെ ഗോൾഡൻ സ്പ്രേ പെയിന്റ് ചെയ്യുന്നത് ഞങ്ങളുടെ കളർ സ്കീം ഗോൾഡ് ആൻഡ് വൈറ്റ് ആയതുകൊണ്ടാണ്. നിങ്ങൾക്ക് ബോട്ടിലിന്റെ അകത്തും പുറത്തും ഏത് കളേഴ്സ് വേണമെങ്കിലും ട്രൈ ചെയ്യാം കേട്ടോ. നമ്മൾ പെയിന്റ് ചെയ്തതൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സെല്ലോ ടേപ്പ് ഒന്ന് റിമൂവ് ചെയ്ത് നോക്കിയാലോ?
ഇത് സാധാരണ ടെറക്കോട്ട ബേസ് ആണ്. ഇതിന്റെ മുകളിൽ ഞങ്ങൾ 3-4 കോട്ട് വൈറ്റ് ഇനാമൽ പെയിന്റ് അടിച്ചിട്ടുണ്ട്. നമുക്ക് നേരത്തെ ചെയ്ത പോലത്തെ സെല്ലോ ടേപ്പിന്റെ ടെക്നിക്ക് ഇതിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിയാലോ? ഇതിനകത്ത് ഞങ്ങൾ സെല്ലോ ടേപ്പ് വേർട്ടിക്കലായിട്ടാണ് ഒട്ടിച്ചിരിക്കുന്നത്. ഇതിന് മുകളിൽ നമുക്ക് ഗോൾഡൻ സ്പ്രേ പെയിന്റ് ചെയ്ത് നോക്കിയാലോ? ഇതാ നോക്കൂ, എത്ര എലഗന്റും ഗ്ലാമറസുമായ ഫ്ലവർ പോട്ടാണിത്. ഈ ടെക്നിക്ക് നിങ്ങൾക്കും പരീക്ഷിച്ച് നോക്കാട്ടോ. സെല്ലോ ടേപ്പ് എല്ലാം റിമൂവ് ചെയ്ത് ബോട്ടിലും ഫ്ലവർ വേസിലും നമുക്ക് കുറച്ച് ഡെക്കറേറ്റീവ് സ്റ്റോൺസും പേൾസും ക്രിസ്റ്റൽസും ഒക്കെ ഒട്ടിച്ച് ചേർത്ത് നമുക്ക് ഇതിനെ കൂടുതൽ ഭംഗിയാക്കാം. പല ഷേപ്പിലും സൈസിലും ഇതുവരെ മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ച് ഇതേ ടെക്നിക്ക് പരീക്ഷിച്ച് നോക്കാം. ഈ പോട്ടിൽ വെക്കാനായി ഞങ്ങൾ ഉണങ്ങിയ തേക്കിന്റെ പൂവും കായ്കളും ഒക്കെ പെയിന്റ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഒരു ആർട്ട് വർക്ക് ഉണ്ടെങ്കിൽ ഞങ്ങളെ തീർച്ചയായും അറിയിക്കണം കേട്ടോ. ഞങ്ങളത് ഈ ചാനലിലൂടെ കാണിക്കാൻ ശ്രമിക്കാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ 3 സ്മാർട്ടീസ് ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.